നമസ്കാരം. JK ടോക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ക്ഷേത്ര ശരീരവും മനുഷ്യ ശരീരവുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് പറഞ്ഞത്. അതിന്റെ തുടർച്ചയെന്ന വണ്ണം ആണ് ഈ ഒരു അധ്യായവും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിന്റെ ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങൾ മനുഷ്യ ശരീരവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഗർഭഗൃഹം ശിരസായം അകത്തെ പ്രദക്ഷിണ വഴി അഥവാ ലോകപാലകന്മാരെയും സപ്തമാതൃക്കളെയും പ്രതിഷ്ഠിച്ച അകത്തെ ബലിവട്ടം മുഖമായും കരുതപ്പെടുന്നു. അതുപോലെ വേദോച്ചാരണ മന്ത്രവും മറ്റും നടക്കുന്ന മണ്ഡപം ക്ഷേത്രപുരുഷന്റെ കഴുത്തായിട്ടും നാലമ്പലം കൈകളുടെ സ്ഥാനമായിട്ടും ദേവപരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുറത്തെ പ്രദക്ഷിണ വഴി ക്ഷേത്രപുരുഷന്റെ വയറിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം പുറം മതിൽ മുട്ടുകളും കണങ്കാലുകളുമായിട്ടും ഗോപുരം ദേവപാദങ്ങളും ആയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഗോപുരം ദേവന്റെ പാദങ്ങളായിട്ട് കണക്കാക്കുന്നതിനാൽ ഗോപുര ദർശനം തന്നെ പാപനിവാരണവും പുണ്യവുമാണെന്ന് കണക്കാക്കുക. ദേവന്റെ ശിരസായിട്ടാണ് പ്രാസാദത്തെ അഥവാ ശ്രീകോവിലിനെ കണക്കാക്കുന്നത്. ഈ പ്രാസാദം സാധാരണ രീതിയിൽ കിരീടം വെച്ച് കണക്കെ മുകളിലോട്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തെ ബലിവട്ടം എന്ന ആദ്യത്തെ ചതുരം സ്ഥൂല ശരീരത്തിന്റെ മുഖത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഇത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ മനസ്സിന്റെ മുഖമായിട്ടാണല്ലോ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അകത്തെ ബലിവട്ടം മനസ്സിന്റെയും അതായത് മൊത്തത്തിൽ സൂക്ഷ്മദേഹത്തിന്റെയും പ്രതീകമായി, അതായത് വ്യക്തിത്വത്തിന്റെ മുഖ്യ അംശങ്ങൾ ഇവിടെ പ്രകടമാകുന്നു. അതാണ് വാസ്തവത്തിൽ ദേവന്റെ സൂക്ഷ്മദേഹത്തിന്റെ ഒരു പരിധി. അതേ കാരണം കൊണ്ട് തന്നെ ഈ പരിധിയിൽ 10 ദിക്പാലകന്മാരെ, അതായത് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ, അതുപോലെ തന്നെ ബ്രഹ്മാവും അനന്തനെയും ചേർത്ത് 10 ദിക്പാലകന്മാരെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുപോലെ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ നിയന്ത്രണം പാലിക്കുന്ന ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ സപ്തമാതൃക്കളോട് ചേർന്ന വീരഭദ്രനും ഗണപതി കൂട്ടി 9 പ്രതിഷ്ഠകൾ ഒരുമിച്ച് ശ്രീകോവിലിന്റെ തെക്കുവശത്ത് കാണാവുന്നതാണ്. ഇതാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായ മന്ത്രദേവതയുടെ സൂക്ഷ്മദേഹത്തിന്റെ പരിധിയായിട്ടുള്ള അകത്തെ ബലിവട്ടം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അതുപോലെ വരുന്ന മറ്റ് ക്ഷേത്ര അവയവ സ്ഥാനങ്ങൾ നോക്കാം. സ്ഥൂലദേഹത്തിൽ ഉള്ള അവയവങ്ങൾക്ക് തമ്മിൽ ഒരു അനുപാതമുണ്ട്. ഈ അനുപാതം തെറ്റിയാണ് മനുഷ്യ സൃഷ്ടിയെങ്കിൽ ആ ശരീരം ഏറ്റവും വികൃതവും വിരൂപവും ആയിത്തീരുമല്ലോ. അതുപോലെ തന്നെ ക്ഷേത്ര ശരീരത്തിലെ അവയവങ്ങളായ ഈ പഞ്ചപ്രാകാരങ്ങൾക്കും ഒരു നിശ്ചിത അനുപാതമുണ്ട്. അതിനെ തെറ്റിക്കുകയാണെങ്കിൽ ക്ഷേത്രം വികൃതവും വിരൂപവും തന്മൂലം ജനങ്ങൾക്ക് ക്ഷേമത്തിന് പകരം നാശത്തെയും അനർത്ഥത്തെയും ക്ഷണിച്ചു വരുത്തുന്നു. തന്ത്രസമുച്ചയത്തിലെ ശ്ലോകങ്ങളിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ചെറുതായിട്ട് ഒന്ന് പറഞ്ഞാൽ, പ്രസാദത്തിന് പുറത്തുനിന്ന് അരദണ്ട് ചെല്ലുന്നിടത്ത് അകത്തെ ബലിവട്ടം, 1 1.5 ദണ്ട് ചെല്ലുന്നിടത്ത് നാലമ്പലം, 2 ദണ്ട് ചെല്ലുന്നിടത്ത് വിളക്കുമാടം, 4 ദണ്ട് ചെന്നാൽ അത് ശീവേലിപുര, 7 ദണ്ട് ചെല്ലുന്നിടം പുറം മതിൽ എന്നിങ്ങനെയാണ് 5 പ്രാകാരങ്ങളെ കൽപ്പിച്ചിട്ടുള്ളത്. ഈ പഞ്ചപ്രാകാരങ്ങൾ സ്ഥൂല ദേഹാംശങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ബാഹ്യപ്രാകാരങ്ങൾ ദേവന്റെ സ്ഥൂല ശരീരമാണെങ്കിൽ നാം കാണുന്ന ശ്രീകോവിലിലെ പ്രതിഷ്ഠ ദേവന്റെ സൂക്ഷ്മ ശരീരമാണ്. ഈ പ്രതിഷ്ഠ
നാം കാണുന്ന വിഗ്രഹം മാത്രമല്ല, അതുപോലെ വിഗ്രഹം ഉറപ്പിച്ചിട്ടുള്ളതിൻ്റെ താഴേക്ക് ആയിട്ട് വരുന്ന ഷഡാധാര പ്രതിഷ്ഠയും കൂടി ഉൾപ്പെട്ടതാണ്. ദേവവിഗ്രഹം ഇറക്കി അഷ്ടബന്ധമുറപ്പിച്ചിട്ടുള്ള ശിലാപീഠവും അതിനു താഴെയുള്ള നപുംസക ശിലയും അതിൽ ചെന്ന് മുട്ടുന്ന ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യോഗനാളവും അതിനു താഴെയുള്ള കൂർമ്മവും കൂർമ്മത്തിനടിയിലുള്ള ആധാരശിലയുമാണ് ഈ ഷഡാധാര പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ. സൂക്ഷ്മ ശരീരത്തിൽ ഏറ്റവും താഴെയായി വിശേഷിക്കപ്പെടുന്നതാണ് മൂലാധാര ചക്രം. ചതുരാകൃതിയിലുള്ള ആധാരശില പൃഥ്വീതത്വപ്രധാനമായ മൂലാധാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ശില കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് പൃഥ്വീതത്വത്തെ വ്യക്തമാക്കുന്നു. കൂടാതെ പൃഥ്വി തത്വത്തിന്റെ പ്രതീകാത്മകത്വമുള്ള ചതുരസ്ര രൂപത്തിലാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ നടുക്കും ഒരു കുഴിയും ഉണ്ടായിരിക്കും. ആ കുഴിയിൽ ധാന്യങ്ങളെ നിറച്ച് ഒരു പീഠമുണ്ടാക്കി ആ പീഠത്തിന്മേൽ സ്വസ്തിക പത്മമോ അഷ്ടദള പത്മമോ എഴുതി അതിനെ പൂജിച്ച ശേഷമാണ് നിധികുംഭത്തെ സ്ഥാപിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിൽ അടുത്തതായി വരുന്ന സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ദേവത ആയിട്ട് വരുന്നത് സൃഷ്ടികർത്താവായ പ്രജാപതിയോ ബ്രഹ്മാവോ ആണ്. ഈ ചക്രം ക്ഷേത്ര ശരീരത്തിൽ വിത്തുകളെ കൊണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാധിഷ്ഠാനം എന്നതും മൂലാധാരം പോലെ തന്നെ ദേവന്റെ അടിസ്ഥാനം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ആധാര ചക്രങ്ങളെയും ക്ഷേത്ര ശരീരത്തിൽ ഒരേ ശില കൊണ്ട് തന്നെയാണ് പ്രതിനിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തതായിട്ടുള്ള മണിപൂരക സ്ഥാനം വരുന്ന പീഠത്തിലാണ് ചെമ്പ് കൊണ്ടോ ശില കൊണ്ടോ ഉണ്ടാക്കിയതും നവരത്നങ്ങളും സ്വർണങ്ങളും മറ്റും നിറച്ചതുമായ നിധി കുംഭത്തെ സ്ഥാപിക്കേണ്ടത്. ദേവന്റെ മൂലമന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ് നിധി കുംഭത്തെ സ്ഥാപിക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് അനാഹത ചക്രത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ശില കൊണ്ട് ഉണ്ടാക്കിയ പത്മത്തെ പ്രതിഷ്ഠിക്കേണ്ടത്. ഈ പത്മമാണ് ഹൃദയസ്ഥാനത്തുള്ള അനാഹത പത്മത്തിന്റെ പ്രതീകം. ഈ പത്മത്തിന്റെ മേൽ പിന്നീട് പ്രതിഷ്ഠ എങ്ങോട്ട് അഭിമുഖമാണോ അതേ ദിക്കിലേക്കു തന്നെ അഭിമുഖമായി ശില കൊണ്ടുണ്ടാക്കിയ കൂർമ്മത്തെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. പുരാണത്തിൽ പ്രസിദ്ധമായ കൂർമ്മം എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന ഒന്ന് ആയതുകൊണ്ട് അത് അനാഹത പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണശക്തിയെ സൂചിപ്പിക്കുന്നു. സ്ഥൂല സൂക്ഷ്മ ശരീരത്തെയെല്ലാം താങ്ങി നിർത്തുന്നത് ശരിക്കും പ്രാണശക്തി ആണല്ലോ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിങ്ങനെ 5 വിധത്തിൽ പറയപ്പെട്ട പ്രാണശക്തി ഒരേ പ്രാണശക്തി തന്നെയാണ്. വ്യവഹാരങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ വ്യത്യസ്ത പേരുകൾ കൊടുക്കുന്നു എന്ന് മാത്രം. ഇതിൽ ആദ്യമായിട്ട് വരുന്ന പ്രാണൻ എന്നത് ഒന്നാമത്തേതിന്റെയും മൊത്തത്തിൽ പഞ്ചപ്രാണന്മാരുടെയും പ്രതീകമാണ്. ഇതിന്റെ സ്ഥാനം ഹൃദയമാണ് എന്ന് യോഗശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയസ്ഥാനത്തിൽ സ്പർശിച്ചിട്ടാണ് ആചാര്യന്മാർ പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ടത് എന്ന വിധിയും ഇതിന് ശക്തി നൽകുന്നു. ഉപപ്രാണന്മാരിൽ ഒന്നിന് കൂർമൻ എന്ന പേര് തന്നെയുള്ളതും ഇവിടെ ഓർക്കേണ്ടതാണ്. പാതഞ്ജല യോഗശാസ്ത്രത്തിൽ കൂർമനാഢ്യാം സ്ഥൈര്യം എന്ന് പറയപ്പെടുന്നത് തന്നെ കണ്ഠകൂപത്തിന്റെ താഴെ നെഞ്ചിൽ കൂർമ്മം എന്നൊരു നാഡിയുണ്ട്. അതിൽ മനസ്സിനെ ധാരണ ചെയ്താൽ മനസ്സിന് സ്ഥിരത ലഭിക്കുന്നു. ഏതായാലും ഹൃദയസ്ഥാനത്ത് അനാഹത പത്മത്തിന്റെ പ്രതീകത്വം വഹിക്കുന്ന ഷഡാധാര പ്രതിഷ്ഠയിലെ കൂർമ്മം പ്രാണശക്തി തന്നെയാണ്. പത്മത്തിന്റെ മുകളിൽ കൂർമ്മത്തിനും ഉപരിയായിട്ട് പിന്നീട് യോഗനാളത്തെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. ഇത് അകം ശൂന്യമായ നാളമാകയാൽ ആകാശതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് വിശുദ്ധി ചക്രവും. സർപ്പാകൃതിയായ ഒരു അനന്തശക്തി ആണല്ലോ കുണ്ടലിനി. അതിന്റെ മേൽപോട്ടുള്ള ഗമനത്തെയും ഈ നാളം സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധി ചക്രത്തിന്റെ സ്ഥാനത്താണ് ശരീരത്തിന്റെ അധോഭാഗത്തെയും സൂക്ഷ്മ ശരീര പ്രകൃതവും ഉപരിഭാഗമായ മുഖത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ഠനാളം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാനത്തെയും അതായത് വിശുദ്ധി ചക്രത്തെയും യോഗനാളം സൂചിപ്പിക്കുന്നു. അതിനും ഉപരിയായിട്ട് വരുന്ന നപുംസകശില പരബ്രഹ്മ ചൈതന്യത്തിന്റെ പ്രതീകമാണ്. യോഗനാളം വന്നുമുട്ടുന്ന അധോഭാഗം ആജ്ഞാചക്രവും ഉപരിഭാഗം സഹസ്രാര പത്മവുമാണെന്ന് പറയാം. ഈ ആജ്ഞാചക്രത്തിന്റെ ദേവതയാണ് പരമാത്മാവ് അല്ലെങ്കിൽ സദാശിവൻ. ഇവിടത്തെ നപുംസകശില എന്നത് ഗുണാതീത തത്വത്തിന്റെ പ്രതീകമാണ്. അതായത് മനസ്സിന്റെ ലയസ്ഥാനം കൂടിയാണ് യോഗമാർഗത്തിൽ
ആജ്ഞാചക്രം. ഈ ശിലയുടെ ഉപരിയായിട്ടാണ് ദേവബിംബം പ്രതിഷ്ഠിക്കുന്നത്. ദേവവിഗ്രഹം പുരുഷനാണെങ്കിൽ പീഠം സ്ത്രീശിലയും, സ്ത്രീയാണെങ്കിൽ പീഠം പുരുഷശിലയും കൊണ്ട് നിർമ്മിതമായിരിക്കണമെന്നാണ് ശാസ്ത്രവിധി. ഇത് സഹസ്രാര പത്മത്തിൽ നടക്കുന്ന ശിവശക്തി സംയോഗത്തിന്റെ പ്രതീകം തന്നെയാണ്. അങ്ങനെ 6 ആധാരചക്രങ്ങളെയും ഭേദിച്ച് സാധകന്റെ സഹസ്രാര പത്മത്തിലെത്തി പരമശിവതത്വം പ്രാപിച്ച കുണ്ടലിനി ശക്തിയെയാണ് പീഠോപരി പ്രതിഷ്ഠിതനായ ദേവൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഗർഭഗൃഹത്തിന്റെ താഴികക്കുടത്തോടു കൂടിയ മേൽക്കൂര ക്ഷേത്ര ശരീരത്തിന്റെ കിരീടം പോലെ ശോഭിക്കുമെന്നത് മുൻപ് പറഞ്ഞതിന് ശക്തി നൽകുന്ന വസ്തുതയാണ്. ശരിക്കും സഹസ്രാര പത്മത്തിന്റെ സ്ഥാനത്താണ് ശ്രീകോവിലും ദേവപ്രതിഷ്ഠയുമുള്ളത്. അവിടെ നിന്നാണ് യോഗശാസ്ത്ര പ്രകാരം പ്രസിദ്ധമായ അമൃതധാര ഉത്ഭവിച്ച് താഴേക്കു വന്ന് ദേഹത്തിലെ 72,000 നാഡികളെയും പ്രചോദിപ്പിച്ച് സാധകനെ അമൃതമയനാക്കി തീർക്കുന്നത്. ശ്രീകോവിൽ നിന്ന് ഒഴുകിവരുന്ന തീർത്ഥം ഈ യോഗ അമൃതത്തിന്റെ പ്രതീകത്വം വഹിക്കുന്നു. അങ്ങനെ വിഗ്രഹത്തിനടിയിലുള്ള ഷഡാധാര പ്രതിഷ്ഠ വാസ്തവത്തിൽ സാധകനായ ഒരു മനുഷ്യന്റെ സൂക്ഷ്മ ശരീര പ്രതീകം തന്നെയാണ്. ശ്രീകോവിലിന്റെ പുറത്ത് 10 ദിക്കുകളിൽ ഇന്ദ്രാദി ലോകപാലകന്മാരും ബ്രാഹ്മി തുടങ്ങിയ സപ്തമാതൃക്കളും എല്ലാം അടങ്ങിയ ചതുരാകൃതിയിലുള്ള അകത്തെ ബലിവട്ടം ദേവന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ഏറ്റവും പുറത്തു കാണുന്ന ആവരണം മാത്രമാണ്. ഏതു വലിയ പൂജയിലും നിവേദ്യം പൂർത്തിയാക്കണമെങ്കിൽ ഈ ദിക്പാലകന്മാർക്കും മാതൃക്കൾക്കും മറ്റും ബലി തൂകിയേ കഴിയൂ. അത്രയ്ക്കും ദേവന്റെ സൂക്ഷ്മ ശരീരവുമായി ബന്ധം അവർക്കുണ്ട്. ശ്രീകോവിൽ ശരിക്കും ക്ഷേത്രപുരുഷന്റെ ശിരസ്സായിട്ടാണ് വരുന്നത്. അതിന് ചുറ്റുമുള്ള അകത്തെ ബലിവട്ടം ആണ് ദേവന്റെ മുഖം. അതിന്റെ പുറമേയുള്ള നാലമ്പലം എന്ന അന്തഹാരയാണ് ക്ഷേത്രപുരുഷന്റെ ഹൃദയഭാഗം. സ്വാഭാവികമായും ഇതിനടിയിൽ വരുന്ന നമസ്കാര മണ്ഡപം ദേവന്റെ കണ്ഠസ്ഥാനമാണ്. ഇവിടെ നിന്നാണ് വേദങ്ങളും മറ്റും ജപിക്കുന്നതും പൂജയുടെ ഭാഗമായോ ശ്രീഭൂതബലിയോ കഴിഞ്ഞ് നടത്തുന്ന മൂലമന്ത്രജപവും ഈ സ്ഥാനത്ത് വെച്ചാണ് നടക്കാറുള്ളത്. കാരണം ഈ ഭാഗം ദേവന്റെ കണ്ഠസ്ഥാനമായതിനാൽ ഇവിടെ നിന്നായിരിക്കണമല്ലോ ദേവൻ മന്ത്രോച്ചാരണം ചെയ്യേണ്ടത്. അതോടൊപ്പം ഇത് ജീവാത്മാവിന്റെ സ്ഥാനം കൂടിയാണ്. ഈ നാലമ്പലത്തിന് പുറത്തുള്ള വിളക്കുമാടം ഒരു അഗ്നിമണ്ഡലമാണ്. അവിടെ മുഴുവൻ വിളക്കുകൾ കത്തിക്കേണ്ട സ്ഥലമാണ്. മഹാക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിന്റെ ചുമരിന് പുറത്തായി തന്നെയാണ് ഈ വിളക്കുമാടം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ ക്ഷേത്രങ്ങളിൽ നാലമ്പല ചുമര് തന്നെയാണ് വിളക്കുമാടം ആകാറുള്ളത്. ഈ വിളക്കുമാടത്തിന് പുറത്തായിട്ട് ബലിക്കൽ പുരയിലെ വലിയ ബലിക്കല്ലും അതോടനുബന്ധിച്ച് ചുറ്റുപാടും പ്രതിഷ്ഠിച്ചതായ പുറത്തുള്ള ബലിക്കല്ലുകളും ദേവന്റെ അരക്കെട്ടായ ഭാഗമാണ്. ഇതിന്റെയും പുറത്തുള്ള പുറംമതിൽ ആണ് മര്യാദ എന്ന് പറയുന്ന പ്രാകാരം ആയിട്ട് കണക്കാക്കുന്നത്. അതായത് അത് കാലുകളായിട്ടും അവയിൽ കാണുന്ന ഗോപുരങ്ങൾ ദേവപാദങ്ങളുമായിട്ടും കണക്കാക്കുന്നു. ഇങ്ങനെ പ്രതിഷ്ഠാ വിഗ്രഹത്തിന്റെ 4 വശത്തേക്കും പരന്നുകിടക്കുന്ന സ്ഥൂല ശരീരഭാഗങ്ങളോടും പ്രതിഷ്ഠയുടെ അടിയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന സൂക്ഷ്മ ശരീരഭാഗങ്ങളോടും കൂടിയ മനുഷ്യ ശരീരം അഥവാ പ്രപഞ്ച ശരീര പ്രതീകം തന്നെയാണ് വിധിപ്രകാരമുണ്ടാക്കിയ ഹൈന്ദവ ദേവാലയങ്ങൾ. ഇത്രയും നേരം ക്ഷേത്ര ശരീരവും മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മ ആധാര ചക്രങ്ങൾ, അതായത് മൂലാധാര ചക്രം മുതൽ സഹസ്രാര പത്മം വരെ നീണ്ടുകിടക്കുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ചക്രങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വരുന്ന അധ്യായങ്ങളിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഏതായാലും ഇത്രയും നേരം ഈ കാര്യങ്ങളെല്ലാം ശ്രമിച്ചിരുന്ന ഏവർക്കും നന്ദി.